കഴിഞ്ഞ ക്ലാസ്സിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് മോളാർ കോൺസെൻട്രേഷൻ്റെ ടേമിൽ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചു. അതായത് Kc എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ഗ്യാഷ്യസ് സിസ്റ്റംസ്. ഗ്യാഷ്യസ് റിയാക്റ്റൻസും പ്രോഡക്ട്സും ഉൾപ്പെടുന്ന റിയാക്ഷൻ ആണെങ്കിൽ മോളാർ കോൺസെൻട്രേഷന് പകരം പാർഷ്യൽ പ്രഷറാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് പാർഷ്യൽ പ്രഷറിന്റെ ടേമിലാണ്. Kcക്ക് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് Kp ആണ്. കൺസിഡർ എ ജനറൽ റിയാക്ഷൻ. AA plus BB gives CC plus DD. ഇവിടെ സ്മോൾ ലെറ്റർ A, B, C, D എന്ന് പറയുന്നത് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനുള്ള സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻസ് ആണ്. ഇങ്ങനെയുള്ള ഗ്യാഷ്യസ് റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എക്സ്പ്രസ് ചെയ്യുന്നത് പാർഷ്യൽ പ്രഷറിന്റെ ടേമിലാണ്. Kp എന്നാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. Kp is equal to pressure of C raised to C into pressure of D raised to D divided by pressure of A raised to A into pressure of B raised to B. Kc എഴുതുന്ന പോലെ തന്നെയാണ് അതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ എക്സ്പ്രഷൻ. മോളാർ കോൺസെൻട്രേഷന് പകരം ഇവിടെ പ്രഷറാണ് യൂസ് ചെയ്യുന്നത്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. PV is equal to nRT. The ideal gas equation is PV is equal to nRT. അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ P is equal to N by V into RT. റീഅറേഞ്ച് ചെയ്യുകയാണ്. P equal to N by V into RT. N by V ഇത്ര എമൗണ്ട് സബ്സ്റ്റൻസ് ഇത്ര വോളിയത്തിൽ, അതിന് പറയുന്ന പേരാണ് കോൺസെൻട്രേഷൻ. ദാറ്റ് ഈസ് N by V equal to concentration, that is C. Therefore P equal to CRT. P equal to concentration into RT. PV is equal to nRT or P is equal to N by V into RT, where N by V is equal to concentration. Therefore P is equal to CRT. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് പാർഷ്യൽ പ്രഷറിന്റെ ടേമിൽ എക്സ്പ്രസ് ചെയ്യുന്നതിന് ഒരു എക്സാമ്പിൾ നോക്കാം. H2 ഗ്യാസ് പ്ലസ് I2 ഗ്യാസ് gives 2HI gas. H2 gas plus I2 gas gives 2HI gas. മോളാർ കോൺസെൻട്രേഷൻ്റെ ടേമിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എക്സ്പ്രസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതായത് Kc is equal to പ്രോഡക്റ്റിൻ്റെ മോളാർ കോൺസെൻട്രേഷൻസ്. ഇവിടെ ഒരു പ്രോഡക്റ്റേ ഉള്ളൂ, അതിൻ്റെ മോളാർ കോൺസെൻട്രേഷൻ ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് HI റേസ് ടു ഒരു പവർ ഉണ്ടാവും. ആ പവർ എന്ന് പറയുന്നത് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനുള്ള നമ്പർ ഓഫ് മോൾസ് അല്ലെങ്കിൽ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻ്റ് ആയിരിക്കും. ഇവിടെ നമ്പർ ഓഫ് മോൾസ് 2 ആണ്. Therefore concentration of HI square divided by product of molar concentrations of reactants. ഇവിടെ റിയാക്റ്റൻസ് ഹൈഡ്രജനും അയോഡിനുമാണ്. Therefore concentration of H2 into concentration of I2. Kc is equal to concentration of HI square divided by concentration of H2 into concentration of I2. ഈ ഇക്വേഷന്റെ Kp എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കാം. Kp is equal to pressure of HI square. കോൺസെൻട്രേഷന് പകരം
പ്രഷർ യൂസ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. പാർഷ്യൽ പ്രഷർ, പ്രഷർ ഓഫ് HI സ്ക്വയർ ഡിവൈഡഡ് ബൈ പ്രഷർ ഓഫ് H2 ഇൻറ്റു പ്രഷർ ഓഫ് I2. Kp is equal to pressure of HI square divided by pressure of H2 into pressure of I2. നമ്മൾ നേരത്തെ പഠിച്ചു P is equal to CRT. Pressure is equal to concentration into RT. Therefore, pressure of HI, partial pressure of HI is equal to concentration of HI into RT. Similarly, pressure equal to concentration into RT ആണ്. അതുകൊണ്ട് partial pressure of HI is equal to concentration of HI into RT. Similarly, pressure of H2, partial pressure of H2 is equal to concentration of H2 into RT. Pressure of I2 is equal to concentration of I2 into RT. ഇത് Kp യുടെ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ പ്രഷർ ഓഫ് HI സ്ക്വയർ ആണ്. Therefore, concentration of HI square RT all square എന്ന് വരും. അതേപോലെ പ്രഷർ ഓഫ് H2 പകരം കോൺസെൻട്രേഷൻ ഓഫ് H2 ഇൻറ്റു RT. അതേപോലെ പ്രഷർ ഓഫ് I2 എന്നതിന് പകരം കോൺസെൻട്രേഷൻ ഓഫ് I2 ഇൻറ്റു RT എന്ന് എഴുതാം. That is Kp is equal to concentration of HI square into RT all square divided by concentration of H2 into RT into concentration of I2 into RT. ഇവിടെ ന്യൂമറേറ്ററിൽ RT സ്ക്വയർ ഉണ്ട്, താഴെ RT ഇൻറ്റു RT ഉണ്ട്. അത് ക്യാൻസൽ ചെയ്യും. RT സ്ക്വയർ ഇവിടെയുണ്ട്, RT ഇൻറ്റു RT. അത് ക്യാൻസൽ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് Kp is equal to concentration of HI square divided by concentration of H2 into concentration of I2. Kp is equal to concentration of HI square divided by concentration of H2 into concentration of I2. That is Kp is equal to Kc. ഈ കേസിൽ Kp is equal to Kc ആണ്. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. N2 ഗ്യാസ് പ്ലസ് 3H2 ഗ്യാസ് gives 2NH3 ഗ്യാസ്. ഇതിൻ്റെ Kc is equal to concentration of NH3 square divided by concentration of N2 into concentration of H2 ക്യൂബ് ആയിരിക്കും. Kcയുടെ എക്സ്പ്രഷൻ എഴുതുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. Kp is equal to pressure of NH3 square divided by pressure of N2 into pressure of H2 ക്യൂബ്. നമ്മൾ നേരത്തെ പഠിച്ചു pressure is equal to concentration into RT. That is P equal to CRT. Therefore, partial pressure of NH3 is equal to concentration of NH3 into RT. P is equal to CRT. അതിവിടെ അപ്ലൈ ആണ്. Therefore, partial pressure of NH3 is equal to concentration of NH3 into RT. Similarly, pressure of H2 is equal to concentration of H2 into RT. Pressure of En2 is equal to concentration of En2 into RT.
ഈ ഇക്വേഷൻസ് കെ പിയുടെ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. Therefore, Kp is equal to concentration of NH3 square into RT all square. PNH3 എന്നതിന് പകരം കോൺസെൻട്രേഷൻ ഓഫ് NH3 ഇൻറ്റു RT എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇവിടെ NH3യുടെ സ്ക്വയർ ആണ്, അതുകൊണ്ട് കോൺസെൻട്രേഷൻ ഓഫ് NH3 സ്ക്വയർ എന്നും RT ഓൾ സ്ക്വയർ എന്നും വരുന്നു. അതേപോലെ PN2 എന്നതിന് പകരം കോൺസെൻട്രേഷൻ ഓഫ് N2 ഇൻറ്റു RT എന്ന് എഴുതുന്നു. അതേപോലെ പ്രഷർ ഓഫ് H2 ക്യൂബാണ്, അതുകൊണ്ട് കോൺസെൻട്രേഷൻ ഓഫ് H2 ക്യൂബ് RT all cube. Kp is equal to concentration of NH3 square RT all square divided by concentration of N2 into RT into concentration of H2 cube into RT all cube. ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും RT എന്ന ടേം ഉണ്ട്. ന്യൂമറേറ്ററിൽ RT സ്ക്വയർ ഉണ്ട്, ഡിനോമിനേറ്ററിൽ RT റേസ് ടു 4 ഉണ്ടാവും. ഇവിടെ ഒരു RT ഉണ്ട്, ഇവിടെ RT ഓൾ ക്യൂബ് ഉണ്ട്. അപ്പോൾ RT സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോകുന്നു. അപ്പോൾ താഴെ ഒരു RT സ്ക്വയർ മാത്രമാണ് ഉണ്ടാവുക. Therefore, Kp is equal to concentration of NH3 square into RT raised to -2. ഡിനോമിനേറ്ററിൽ RT ഓൾ സ്ക്വയർ ഉണ്ട്, അത് നമ്മൾ മുകളിലേക്ക് എടുത്തതാണ്, അതുകൊണ്ടാണ് RT raised to -2 എന്ന് വരുന്നത്. ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് N2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2 ക്യൂബ്. Kp is equal to concentration of NH3 square into RT raised to -2 divided by concentration of N2 into concentration of H2 cube. ഈ കോൺസെൻട്രേഷൻ ടേം is equal to Kc ആണ്. Kc is equal to concentration of NH3 square divided by concentration of N2 into concentration of H2 cube ആണ്. അപ്പോൾ ഇത്രയും ഭാഗം എന്ന് പറയുന്നത് Kc ആണ്. അപ്പോൾ Kp is equal to Kc into RT all raised to -2. ഈ റിയാക്ഷൻ്റെ Kpയും Kcയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് Kp is equal to Kc into RT all raised to -2 എന്നാണ്. നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷനിൽ Kp equal to Kc ആയിരുന്നു. ഇവിടെ Kp equal to Kc into RT all raised to -2 ആണ്. ചില കേസിൽ Kp equal to Kc ആയിരിക്കും, ചില കേസിൽ Kp is not equal to Kc ആയിരിക്കും. ചില കേസിൽ Kpയും Kcയും ഈക്വൽ ആണെന്നും മറ്റു ചില കേസിൽ ഈക്വൽ അല്ല എന്നും നമ്മൾ പഠിച്ചു. അപ്പോൾ എന്താണ് Kpയും Kcയും തമ്മിലുള്ള ജനറൽ റിലേഷൻ എന്ന് നോക്കാം. Consider a general reaction. AA plus BB gives CC plus DD. AA plus BB gives CC plus DD. Kp for this reaction is Kp is equal to pressure of C raised to C into pressure of D raised to D divided by pressure of A raised to A into pressure of B raised to B. P is equal to CRT ആണ്. Therefore, pressure of C raised to C എന്നതിന് പകരം concentration of C raised to C into RT all raised to C എന്ന് എഴുതാം. അതേപോലെ pressure of D raised to D എന്നതിന് പകരം concentration of D raised to D into RT raised to D എന്ന് എഴുതാം. pressure of A raised to A എന്നതിന് പകരം concentration of A raised to A into RT raised to A എന്നും pressure of B raised to B എന്നതിന് പകരം
concentration of B raised to B into RT all raised to B എന്നും എഴുതാം. Therefore Kp is equal to concentration of C raised to C into RT all raised to C into concentration of D raised to D into RT all raised to D divided by concentration of A raised to A into concentration of RT all raised to A into concentration of B raised to B into concentration of RT all raised to B. കോൺസെൻട്രേഷൻ ടേം എല്ലാം നമ്മൾ ഒരുമിച്ചെടുക്കുകയാണ്. ആർ ടിയുടെ ടേം എല്ലാം നമ്മൾ ഒരുമിച്ചെടുക്കുകയാണ്. Therefore, concentration of C raised to C into concentration of D raised to D into RT all raised to C plus D. ഇവിടെ RT raised to C ഉണ്ട്, RT raised to D ഉണ്ട്. ആ ടേം ഒരുമിച്ചെടുക്കുകയാണ്. RT raised to C plus D. അതേപോലെ താഴെ RT raised to A ഉണ്ട്, RT all raised to B ഉണ്ട്. അതിനെ RT all raised to A plus B എന്ന് എഴുതുന്നു. RT all raised to A into RT all raised to B, അതിനെയാണ് RT all raised to A plus B എന്ന് എഴുതിയിരിക്കുന്നത്. That is Kp is equal to concentration of C raised to C into concentration of D raised to D into RT all raised to C plus D divided by concentration of A raised to A into concentration of B raised to B into RT all raised to A plus B, which is equal to concentration of C raised to C into concentration of D raised to D divided by concentration of A raised to A into concentration of B raised to B into RT raised to C plus D minus A plus B. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലുമുള്ള RT എന്ന ടേം നമ്മൾ ഒരുമിച്ചെടുക്കുകയാണ്. ന്യൂമറേറ്ററിൽ RT all raised to C plus D എന്നുണ്ട്, ഡിനോമിനേറ്ററിൽ RT all raised to A plus B എന്നുണ്ട്. അത് ഒരുമിച്ചെടുക്കുമ്പോൾ RT all raised to C plus D മൈനസ് A plus B എന്ന് വരുന്നു. C plus D എന്ന് പറയുന്നത് C എന്ന പ്രോഡക്റ്റിൻ്റെയും D എന്ന പ്രോഡക്റ്റിൻ്റെയും നമ്പർ ഓഫ് മോൾസിൻ്റെ സമ്മാണ്. ദാറ്റ് ഈസ് C plus D is equal to total number of moles of product. Similarly, A plus B എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻസ് ആണ്. അതായത് A എന്ന റിയാക്റ്റൻറ്റിൻ്റെയും B എന്ന റിയാക്റ്റൻറ്റിൻ്റെയും നമ്പർ ഓഫ് മോൾസിൻ്റെ സമ്മാണ് A plus B എന്ന് പറയുന്നത്. Therefore, C plus D minus A plus B എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻസ് ആണ്. That is change in number of moles. C plus D minus A plus B is equal to delta N. That is change in number of moles. Delta N is equal to total number of moles of products minus total number of moles of reactants. Therefore, Kp is equal to concentration of C raised to C into concentration of D raised to D divided by concentration of A raised to A into concentration of B raised to B into RT all raised to delta N. ഇവിടെ ഡെൽറ്റ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്ട്സ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻസ്. ഈ ടേം എന്ന് പറയുന്നത് Kc ആണ്. കോൺസെൻട്രേഷൻ ഓഫ് C raised to C
into concentration of D raised to D divided by concentration of A raised to A into concentration of B raised to B എന്ന് പറയുന്നത് Kc ആണ്. Therefore, Kp is equal to Kc into RT all raised to delta n. Kp is equal to Kc into RT all raised to delta n. Next topic is homogeneous equilibrium. In homogeneous equilibrium, all the reactants and products are in the same phase. എല്ലാ റിയാക്റ്റൻസും പ്രോഡക്ട്സും ഒരേ ഫിസിക്കൽ സ്റ്റേറ്റിലാണെങ്കിൽ അങ്ങനെയുള്ള ഇക്വിലിബ്രിയമാണ് ഹോമോജനസ് ഇക്വിലിബ്രിയം. ഇൻ ഹോമോജനസ് ഇക്വിലിബ്രിയം all the reactants and products are in the same phase. For example, N2 gas plus 3H2 gas gives 2NH3 gas. ഇവിടെ റിയാക്റ്റൻസ് ആയ നൈട്രജനും ഹൈഡ്രജനും അതേപോലെ പ്രോഡക്റ്റ് ആയ അമോണിയയും ഒരേ ഫിസിക്കൽ സ്റ്റേറ്റിലാണ്. അതായത് എല്ലാം ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ്. അതുകൊണ്ട് ഈ ഇക്വിലിബ്രിയം ഹോമോജനസ് ഇക്വിലിബ്രിയമാണ്. ഹോമോജനസ് ഇക്വിലിബ്രിയത്തിൽ എല്ലാ റിയാക്റ്റൻസും പ്രോഡക്ട്സും ഒരേ ഫിസിക്കൽ സ്റ്റേറ്റിലായിരിക്കും. ഇവിടെ റിയാക്റ്റൻസും പ്രോഡക്ട്സും എല്ലാം ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ്. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. CH3COO(C2H5) അക്വസ്. അക്വസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വാട്ടറിലുള്ള സൊല്യൂഷൻ. CH3COO(C2H5) aqueous plus H2O liquid gives CH3COOH aqueous plus C2H5OH aqueous. ഇവിടെ എല്ലാ റിയാക്റ്റൻസും പ്രോഡക്ട്സും ലിക്വിഡ് സ്റ്റേറ്റിലാണ്. അതുകൊണ്ട് ഇതും ഒരു ഹോമോജനസ് ഇക്വിലിബ്രിയത്തിന് എക്സാമ്പിൾ ആണ്. ഹെറ്ററോജനസ് ഇക്വിലിബ്രിയം. Equilibrium in a system having more than one phase is called heterogeneous equilibrium. റിയാക്റ്റൻസും പ്രോഡക്ട്സും ഡിഫറെൻ്റ് ഫേസിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇക്വിലിബ്രിയമാണ് ഹെറ്ററോജനസ് ഇക്വിലിബ്രിയം. ഫോർ എക്സാമ്പിൾ, CaCO3 സോളിഡ് gives CaO solid plus CO2 ഗ്യാസ്. ഇവിടെ റിയാക്റ്റൻസും പ്രോഡക്ട്സും ഡിഫറെൻ്റ് ഫിസിക്കൽ സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു ഹെറ്ററോജനസ് ഇക്വിലിബ്രിയത്തിന് എക്സാമ്പിളാണ്. ഒരു ഹെറ്ററോജനസ് ഇക്വിലിബ്രിയത്തിൽ പ്യുവർ സോളിഡിൻ്റെയും പ്യുവർ ലിക്വിഡിൻ്റെയും മോളാർ കോൺസെൻട്രേഷൻ യൂണിറ്റി ആയി കൺസിഡർ ചെയ്യുന്നു. അതുകൊണ്ട് പ്യുവർ സോളിഡിൻ്റെയും പ്യുവർ ലിക്വിഡിൻ്റെയും മോളാർ കോൺസെൻട്രേഷൻ ടേമോ അല്ലെങ്കിൽ പാർഷ്യൽ പ്രഷറിൻ്റെ ടേമോ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എക്സ്പ്രഷനിൽ ഉൾപ്പെടുത്തുന്നില്ല. ഇവിടെ നോക്കുക, CaCO3 gives CaO plus CO2. ഇവിടെ CaCO3 സോളിഡ്, അതേപോലെ CaO സോളിഡ്. ഈ രണ്ട് കോൺസെൻട്രേഷൻ ടേമും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എക്സ്പ്രഷനിൽ വരില്ല. ഈ റിയാക്ഷൻ്റെ Kc കോൺസെൻട്രേഷൻ ഓഫ് CO2 എന്നായിരിക്കും. നമ്മളിതിൻ്റെ Kc എഴുതാം, കോൺസെൻട്രേഷൻ ഓഫ് CaO ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് CO2 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് CaCO3 എന്നായിരിക്കും. പക്ഷേ പ്യുവർ സോളിഡ് ആണ് CaOയും CaCO3യും. അതുകൊണ്ട് ആ ടേംസ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ എക്സ്പ്രഷനിൽ ഉൾപ്പെടുത്തില്ല. Therefore, Kc
കോൺസെൻട്രേഷൻ ഓഫ് CO2. അതേപോലെ Kp is equal to പ്രഷർ ഓഫ് CO2 എന്നായിരിക്കും. ഒരു ഹെട്രോജനസ് ഇക്വിലിബ്രിയത്തിൽ പ്യുവർ സോളിഡിൻ്റെയും പ്യുവർ ലിക്വിഡിൻ്റെയും മോളാർ കോൺസെൻട്രേഷൻസ് യൂണിറ്റി ആയി കൺസിഡർ ചെയ്യുന്നു. അതുകൊണ്ട് പ്യുവർ സോളിഡിൻ്റെയും ലിക്വിഡിൻ്റെയും മോളാർ കോൺസെൻട്രേഷൻ ടേംസ് അല്ലെങ്കിൽ പാർഷ്യൽ പ്രഷറിൻ്റെ ടേംസ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എക്സ്പ്രഷനിൽ ഉൾപ്പെടുത്തുന്നില്ല. ഹെറ്ററോജനസ് ഇക്വിലിബ്രിയത്തിന് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. Ni സോളിഡ് നിക്കൽ സോളിഡ് പ്ലസ് 4CO ഗ്യാസ് gives NiCO 4 times ഗ്യാസ്. ഇവിടെ റിയാക്റ്റൻസും പ്രോഡക്റ്റും ഡിഫറെൻ്റ് ഫിസിക്കൽ സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഇതൊരു ഹെട്രോജനസ് ഇക്വിലിബ്രിയമാണ്. ഹെട്രോജനസ് ഇക്വിലിബ്രിയത്തിൽ പ്യുവർ സോളിഡോ അല്ലെങ്കിൽ പ്യുവർ ലിക്വിഡോ ഉണ്ടെങ്കിൽ അതിൻ്റെ മോളാർ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ പാർഷ്യൽ പ്രഷർ യൂണിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. Therefore, Kc is equal to concentration of NiCO 4 times divided by concentration of CO raised to 4. ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. Ag2O സോളിഡ് പ്ലസ് 2HNO3 aqueous gives 2AgNO3 aqueous plus H2O liquid. ഇവിടെ Ag2O സോളിഡാണ്, അതേപോലെ H2O ലിക്വിഡാണ്. പ്യുവർ സോളിഡിൻ്റെയും പ്യുവർ ലിക്വിഡിൻ്റെയും കോൺസെൻട്രേഷൻ ടേം അല്ലെങ്കിൽ പാർഷ്യൽ പ്രഷറിൻ്റെ ടേം ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എക്സ്പ്രഷനിൽ വരില്ല. അതുകൊണ്ട് Kc is equal to concentration of AgNO3 square divided by concentration of HNO3 square. S അല്ലെങ്കിൽ L എന്ന് ഡിനോട്ട് ചെയ്ത ടേം മാത്രമേ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എക്സ്പ്രഷനിൽ വരാത്തതുള്ളൂ. അക്വ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വാട്ടറിലുള്ള സൊല്യൂഷനാണ്, അത് പ്യുവർ ലിക്വിഡ് അല്ല. അതുകൊണ്ട് അക്വസ് എന്ന് വരുന്ന ടേം ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എക്സ്പ്രഷനിൽ ഉൾപ്പെടുത്തണം. Therefore, Kc is equal to concentration of AgNO3 square divided by concentration of HNO3 square.